ഇന്ത്യ ഒരുപാട് ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. എന്തിനാണ് ഇത് വാങ്ങിക്കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, ആഭ്യന്തര സുരക്ഷ കൂട്ടാനും വൈദേശിക ആക്രമണം കുറയ്ക്കാനും എന്ന് പറയാം. പക്ഷേ വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടോ ഇന്ത്യയുടെ എന്ന് നമുക്കറിയില്ല. അമിത്ഷായും വലിയ ചാണക്യനാണ്, അതിനേക്കാൾ വലിയ ചാണക്യനാണ് നരേന്ദ്രമോദി. പിന്നെ രാജ്നാഥ് സിംഗും ഒട്ടും മോശമല്ല. 3 പേരും ചാമ്പ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്ന കാമിക്കാസയും MBATGM മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസും അതുപോലെ MRSM SAM എന്ന് പറയുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലും അതുപോലെ തന്നെ VSHORTDAS എന്ന് പറയുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അങ്ങനെ തുടങ്ങി ആകാശ് തരംഗ് ആൻറ്റി ഡ്രോൺ ഇലക്ട്രോണിക് ഫെയർ സംവിധാനം, ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, അങ്ങനെ നാവികസേനയ്ക്കുള്ള ഷിപ്പ് ഓൺ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം, ഡ്രോണുകൾ തുടങ്ങി ധാരാളം ആളുകൾ വാങ്ങുന്നു. അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി എന്ന പ്രാഥമിക അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സമ്പൂർണ്ണമായി എല്ലാം വാങ്ങിയിട്ടില്ല. പക്ഷേ എന്തിനാണ് ഈ അനുമതി എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു സന്നാഹത്തിന് ഒരുങ്ങുകയാണോ? പ്രത്യേകിച്ച് പാക് അധീന കാശ്മീരിൽ വലിയ കലാപമാണ് നടക്കുന്നത്. ആ കലാപത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പഹൽഗാമിലോ കാശ്മീരിലോ പാക് അധീന പ്രദേശങ്ങളിലോ ഒക്കെ, പാക് അധീന ഇന്ത്യയിലുമൊക്കെ എന്തെങ്കിലും കൂടുതൽ നടക്കുമോ സംഘർഷം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ചൈനയുമായുള്ള നമ്മുടെ ബന്ധവും പഴയതുപോലെ അത്ര ഈസിയല്ല. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒക്കെ ഉപോത്ബലകമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം അതിർത്തിയിൽ ഉണ്ടായാൽ അതിനെ തകർക്കുക എന്നുള്ള ഒരു പരിപാടി കൂടി നമ്മുടെ മുന്നിലുണ്ട്. അത് ഇന്ത്യ വളരെ വലിയ ആയുധ ടെസ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ അത് എന്തിനാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. DRDO ഇന്ത്യയുടെ തദ്ദേശീയ കുഷ ദീർഘദൂര സർഫസ് എയർ മിസൈലിൻ്റെ ആദ്യ വിജയകരമായ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി. പരീക്ഷണം ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് നടത്തിയത്. മിസൈൽ ഉയർന്ന വേഗത്തിലും വിജയത്തിലും വരുന്ന വ്യോമഭീഷണിയെ വിജയകരമായി തടഞ്ഞു. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ഇന്ത്യ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദീർഘദൂര വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് പ്രധാന നാഴികക്കല്ലായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ വളരെ വലിയ തോതിലുള്ള തയ്യാറെടുപ്പ്, സന്നാഹമാണ് ഇന്ത്യ നടത്തുന്നത്. ഈ സന്നാഹം നടത്തുന്നതിലൂടെ ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഭ്യന്തര കലാപം വരുമെന്നാണോ? വൈദേശിക കലാപം വരുമെന്നാണോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണോ? ഇന്ത്യ ചൈന യുദ്ധമാണോ? അതോ അതിർത്തിയിലെ മറ്റെന്തെങ്കിലും സംഘർഷമാണോ മനസ്സിലുള്ളതെന്നറിയില്ല. എന്തായാലും വളരെ ഗൗരവതരമായ രീതിയിൽ ഇന്ത്യൻ പ്രതിരോധ സേനയും യുദ്ധോപകരണങ്ങൾ വാങ്ങുന്ന സംവിധാനവുമൊക്കെ വളരെ അലർട്ടായി ഇന്ത്യൻ പ്രതിരോധ സേനയെ നന്നായി, നാവികസേനയായാലും അതുപോലെ തന്നെ വ്യോമസേനയായാലും കരസേനയായാലും എല്ലാ സേനകളെയും വലിയ തോതിലാണ് ഇന്ത്യ സജ്ജമാക്കുന്നത്. അത് എന്താണ് അണിയറയിലുള്ളത് നമുക്കറിയില്ല. യുദ്ധം വരുമെന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ ചില പുക കാണുന്നുണ്ട് ഇന്ത്യയിൽ. ഒരുപക്ഷെ ആ പുക തീക്കനലായി മാറുമോ? അങ്ങനെയുള്ള സൂചനകൾ ഉള്ളത് കൊണ്ടാണോ ഇന്ത്യ സൈലൻ്റായി ഇത്രയധികം തയ്യാറെടുപ്പുകൾ നടത്തുന്നത്?